185. ഹലോ ഹലോ ഇർഫാന. ഹലോ, കേൾക്കുന്നില്ലേ? ആ ആ കഴിഞ്ഞ ക്ലാസ്സില് ഞാൻ ചെറിയൊരു സംഭവം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഓർമ്മ ഉണ്ടോ? ആ ആ അത് നോക്കട്ടെ. ആ പേഴ്സണിലേക്ക് അയച്ചു. പേഴ്സണിലേക്ക് അയച്ചോ. ഹായ് ടിക്കയിലേക്ക് അയച്ചോ. ആ, ഇതാണോ? ക്ലൗഡിൽ നിന്ന് ഉണ്ടാക്കിയ ഉണ്ടാക്കിയ ഓക്കെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും അല്ലേ? ഓരോ ഒബ്ജക്റ്റീവ്സിന്റെയും എന്താന്നുള്ളത്. ആ, എന്താണ് സെയിൽസിന്റെ ഇപ്പൊ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് സെയിൽസ്. സെയിൽസിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഫാന് മനസ്സിലായെന്ന് പറ. ഇതിലാണ് സംസാരിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാവും. നീ പറഞ്ഞത് ഞാൻ കേൾക്കുന്നുണ്ട്. ജസ്റ്റ് സ്ക്രീൻ കാണുന്നുണ്ടോ എന്റെ? നിന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. നീ അല്ല, നീ ഉണ്ടാക്കിയ ഡോക്ക് ഉണ്ടല്ലോ, ആ ഡോക്ക് വെച്ചിട്ട് ഇനി പറഞ്ഞാൽ മതി. എനിക്ക് മനസ്സിലായത് എന്താ. ഹലോ.
കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്താ? സെയിൽസ് കഴിഞ്ഞാൽ അത് ആക്ച്വലി ഒരു അവയർനെസ് എന്നുള്ള രീതിയിൽ സംഭവം തന്നെയാണ്. ലൈക്ക് നമ്മള് ഫണലിന്റെ ഇപ്പൊ 5ാമത്തെ ഒബ്ജക്റ്റീവ് തന്നെ ഫണലിന്റെ ഒരു ടോപ്പ് ലെവൽ ഫണലാണ് എന്ത് ബ്രാൻഡ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബ്രാൻഡ് കൺസ് ഏ ആ ഓക്കെ ഓക്കെ. പിന്നെ ഇതുണ്ടല്ലോ, കണ്ടിന്യൂ വിത്തൗട്ട് ക്യാമ്പയിൻ വിത്തൗട്ട് ഗോൾ ഗൈഡൻസ് ഉണ്ട്. അതൊക്കെ എന്താണെന്ന് പറഞ്ഞേ. ഹലോ, കേൾക്കുന്നില്ല, വോയിസ് ക്ലിയർ ആണ്. ക്രിയേറ്റ് എ ക്യാമ്പയിൻ വിത്തൗട്ട് ഗോൾ ഗൈഡൻസും ഈ ക്യാമ്പയിൻസ് തമ്മിലുള്ള വ്യത്യാസം എന്താ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ക്യാമ്പയിൻസ് ഒക്കെ എന്ന് വെച്ചാൽ അതായത് ഈ സെയിൽസ് ഒബ്ജക്റ്റീവ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് തരാം. അതുകൊണ്ട് മനസ്സിലാവും. സ്ക്രീൻ കാണില്ലേ? ഓക്കെ, കാണില്ലേ? ഇതിൽ ഈ ഓരോ ഒബ്ജക്റ്റീവ്, അതായത് ഒബ്ജക്റ്റീവ്സ് ഇൻ സെയിൽസ്, ലീഡ്സ്, വെബ്സൈറ്റ് ട്രാഫിക്, ആപ്പ് പ്രൊമോഷൻ, യൂട്യൂബ് റീച്ച്, ലോക്കൽ ഷോപ്പ് വിസിറ്റ്, ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ സെയിൽസ് ആണ് നമ്മൾ എന്നുള്ള ഒബ്ജക്റ്റീവാണ് നമ്മൾ സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ ഈ ക്യാമ്പയിൻ മൊത്തത്തിൽ എന്തായിരിക്കും, ഈ സെയിൽസ് എന്നുള്ള ഒരു പർപ്പസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും ആ ക്യാമ്പയിൻ വർക്ക് ആവും. ഓക്കെ, മൊത്തം സ്ട്രക്ചറെ സെയിൽസ് ക്യാമ്പയിൻ എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവും. അതേപോലെ തന്നെ ലീഡ്സ് എന്നുള്ളത് സെലക്ട് ചെയ്താൽ മൊത്തം ക്യാമ്പയിൻ വർക്കോ അല്ലെങ്കിൽ ഗൂഗിളിന്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്നതിനായി ഈ ക്യാമ്പയിന് ലീഡ്സ് ആണ് കിട്ടേണ്ടത്. അപ്പൊ അത് രീതിയിൽ മാത്രമേ വർക്ക് ആവൂ. അതേപോലെ തന്നെ വെബ്സൈറ്റ് ട്രാഫിക് ആണെങ്കിൽ ഈ ഒരു ക്യാമ്പയിന് ഈ വെബ്സൈറ്റിലേക്ക് കൂടുതൽ ട്രാഫിക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വെബ്സൈറ്റിന്റെ ഗോള്, ഈ ക്യാമ്പയിന്റെ ഗോള്. അപ്പൊ അതിനു വേണ്ടി മാത്രമേ അത് വർക്ക് ആവുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും അതിന് നടക്കില്ല. അപ്പം ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒബ്ജക്റ്റീവ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ആയിരിക്കും എന്ത്, ബാക്കി കൺട്രോൾ ഒക്കെ എന്തായിരിക്കും ഗൂഗിളിന്റെ കയ്യിലായിരിക്കും. നമുക്ക് വലിയ മാനുവലി കൺട്രോൾസും കാര്യങ്ങളും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എന്ത് അഡീഷണൽ ആയിട്ട് ക്രിയേറ്റ് എ ക്യാമ്പയിൻ വിത്തൗട്ട് ഗൈഡൻസ്. മനസ്സിലായില്ലേ? ഗൈഡൻസ് ഇവിടെ ഒക്കെ എന്തുണ്ടാവും? ഗൈഡൻസ് ഉണ്ടാവും. അതായത് ലീഡ്സ് ആണെങ്കിൽ ലീഡ്സിന്റെ ഒരു ഗൈഡൻസ് ഉണ്ടാവും, സെയിൽസ് ആണെങ്കിൽ സെയിൽസിന്റെ ഉണ്ടാവും. അപ്പൊ അതൊന്നും ഇല്ലാതെ നമ്മൾ പ്രോപ്പർ നമ്മളുടെ കൺട്രോളിൽ നമുക്ക് ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് എ ക്യാമ്പയിൻ വിത്തൗട്ട് ഗൈഡൻസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തത്. ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പല ഓപ്ഷൻസ്, പല ലൊക്കേഷൻസിലേക്കും പല രീതിയിൽ നമുക്ക് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റും. പെർഫോമൻസ് മാക്സ് എന്ന് പറയുന്നതിന് എന്നൊരു ക്യാമ്പയിൻ ഉണ്ടാവും, സെർച്ച് ക്യാമ്പയിൻ ഉണ്ടാവും, ഡിമാൻഡ് ഉണ്ടാവും, ഡിസ്പ്ലേ ഉണ്ടാവും, ഷോപ്പിംഗ് ഉണ്ടാവും, വീഡിയോ ഉണ്ടാവും, ആപ്പ് ഉണ്ടാവും. ഇതിൽ പെർഫോമൻസ് മാക്സിനേക്കാൾ മുമ്പ് ഞാൻ സെർച്ച് പറയാം. സെർച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെർച്ച് എഞ്ചിൻ സെർച്ച് റിസൾട്ട് പേജിൽ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് എക്സാമ്പിൾ ഓപ്ഷൻസ് സാമ്പിൾസ് കാണിച്ചിട്ടുണ്ടായിരുന്നു, എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ നമ്മൾ കാണുന്ന ക്യാമ്പയിൻസിനാണ്, സ്പോൺസേർഡ് ക്യാമ്പയിൻസിനാണ് സെർച്ച് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ആ ക്യാമ്പയിൻസ് ഈ സെർച്ച് ക്യാമ്പയിൻ ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ
യൂട്യൂബിലും അല്ലെങ്കിൽ ഗൂഗിൾ ഡിസ്പ്ലേ നെറ്റ്വർക്കിലും അവിടെ ഗൂഗിളിന്റെ പല പ്ലാറ്റ്ഫോമുകളിലും കാര്യങ്ങളിലൊക്കെ സൈഡിലും അല്ലെങ്കിൽ ഒരു വീഡിയോ ആഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇമേജ് ആയിട്ടോ നമ്മൾ കാണുന്ന ആഡാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് എന്ത് ഡിസ്പ്ലേ. പക്ഷെ എന്ത് വ്യത്യാസമുണ്ട്? ചില ആപ്പുകളും ഏത് ആപ്പിലാണ് കാണിക്കുന്നത് എന്നുള്ള ചെറിയൊരു വ്യത്യാസങ്ങൾ ഉണ്ട് ഡിസ്പ്ലേയിലും. ഓക്കെ, ഡിമാൻഡ് ജെനിലാണ് എന്ത് വരിക? നമ്മുടെ ഗൂഗിളിന്റെ ഡിസ്കവർ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ഒക്കെ അതിൽ വരും. അത് ഡിസ്പ്ലേയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. പിന്നുള്ളതാണ് ഷോപ്പിംഗ്. ഷോപ്പിംഗ് എന്ന് പറയുമ്പം കോമൺലി നമ്മൾ ഈ എന്ത് ഗൂഗിളിൽ ഓരോ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ പല പ്രൊഡക്റ്റിന്റെയും ഡീറ്റെയിൽസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ സ്പോൺസേർഡ് ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെയാണ് ഷോപ്പിംഗ് ഗൂഗിൾ സെർച്ച് റിസൾട്ട് പേജിൽ തന്നെ. ഓക്കെ, പിന്നുള്ളത് വീഡിയോ ആഡ് ആണ്. വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് യൂട്യൂബിലേക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്ന യൂട്യൂബിലെ സ്കിപ്പബിൾ നോൺ സ്കിപ്പബിൾ ആഡ് ഇല്ല. അതായത് യൂട്യൂബ് വീഡിയോ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കാണുന്ന ആഡുകൾ മാത്രമാണ് വീഡിയോ ആഡ്. യൂട്യൂബിന്റെ സൈഡിലൊക്കെ ഉള്ള ആഡുകളും ഡിസ്പ്ലേയിലൊക്കെ പെടുന്നതാണ്. മനസ്സിലായോ? അതായത് ഹോം പേജിൽ നമ്മൾ വീഡിയോ സെലക്ട് ചെയ്ത് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ചില ആഡുകൾ കാണുന്നത് ഡിസ്പ്ലേയിലാണ്. യൂട്യൂബിൽ സ്കിപ്പും നോൺ സ്കിപ്പും, ചില വീഡിയോ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്കിപ്പും നോൺ സ്കിപ്പും കാണാം. അതാണ് വീഡിയോ ആഡ്. പിന്നെ ആപ്പ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും എന്താണ്, നമ്മളുടെ ഓരോ ആൻഡ്രോയിഡ് ആണെങ്കിൽ പ്ലേ സ്റ്റോറിൽ, ആപ്പിൾ ആണെങ്കിൽ iOS-ലൊക്കെ നമുക്ക് ചില എന്ത് കാണാം, ആപ്പിളിലാണെങ്കിൽ ആപ്പിൾ സ്റ്റോർ, ആൻഡ്രോയിഡിലാണെങ്കിൽ പ്ലേ സ്റ്റോർ, ഇതിലൊക്കെ എന്തുണ്ട്, നമുക്ക് ചില എന്തുണ്ടാവും, ആഡുകൾ ഇങ്ങനെ കാണാൻ പറ്റും. ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ, അതാണ് ആപ്പ്. ഓക്കെ, ഇതിൽ നമ്മൾ മെയിൻ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് സെർച്ച് ആഡ് ആണ്. കാരണം സെർച്ച് ആഡും വീഡിയോ ആഡും, ഈ സെർച്ച് ആഡ് ആണ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ചെയ്യാൻ. വീഡിയോയുടെ സിമ്പിൾ ആണ്. ഈ സെർച്ച് ആഡ് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഈ കൂട്ടത്തിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് സെർച്ച് ആഡ് ആണ്. സോ ആ സെർച്ച് ആഡ് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഞാൻ ഈ ഒരു ത്രൂ ഔട്ട് ദ ക്ലാസ്സിൽ നിങ്ങൾക്ക് സെർച്ച് ആഡ് ആയിരിക്കും ചെയ്യാൻ പഠിപ്പിക്കുക. ബാക്കി ക്യാമ്പയിൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം, അതെങ്ങനെയാണ് വർക്ക് ആവുന്നത് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നുള്ളത് ഒരു ക്യാമ്പയിനാണ് പെർഫോമൻസ് മാക്സ്. പെർഫോമൻസ് മാക്സ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയതായിട്ട് വന്നൊരു ക്യാമ്പയിൻ ടൈപ്പ് ആണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് അതിൽ ഒറ്റ ക്യാമ്പയിൻ ആണ് നമ്മൾ ചെയ്യുക. ലൈക്ക് ഒരു ക്യാമ്പയിൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഞാനിപ്പം സ്കിൽ പ്ലേക്ക് വേണ്ടി ഒരു ഒറ്റ ക്യാമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമ്പയിൻ ഞാൻ ത്രൂ ഔട്ട് ദ സെറ്റപ്പ്, ഓൾമോസ്റ്റ് സെറ്റപ്സ് എല്ലാം സെയിം ആണ്. ഓക്കെ, ഓൾമോസ്റ്റ് സെറ്റപ്പ് ഒക്കെ സെയിം ആണ്. പിന്നെ പെർഫോമൻസ് മാക്സ് എന്ന് പറയുന്ന സമയത്ത് ഈ സെർച്ച് ഡിമാൻഡ് ഡിസ്പ്ലേ ഷോപ്പിംഗ് വീഡിയോ ആപ്പ് ഇതെല്ലാം കൂടി, ആപ്പ് ഉണ്ടാവില്ല, ബാക്കി കാര്യങ്ങൾ സെർച്ച് ഡിമാൻഡ് ഡിസ്പ്ലേ വീഡിയോ ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണ് പെർഫോമൻസ് മാക്സ്. അതായത് ഈ ഒരു ഒറ്റ ക്യാമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിന്റെ അൽഗോരിതം അല്ലെങ്കിൽ ഗൂഗിളിന്റെ സ്ക്രീൻ കാണുന്നില്ല. ഇത് സ്ക്രീൻ തന്നെ കാണുന്നില്ല, ഉണ്ടല്ലോ, ഇല്ലേ, കാണുന്നില്ലേ? വിസിബിൾ ആണല്ലോ സ്ക്രീന്. ഓക്കെ, അതായത് ഗൂഗിളിന്റെ ഈ ഒരൊറ്റ പെർഫോമൻസ് മാക്സ് എന്ന ക്യാമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിന്റെ AI നമ്മൾ അവര് എന്ത് നോക്കും, അവര് സ്റ്റഡി ചെയ്തിട്ട് നമ്മുടെ ക്യാമ്പയിൻ എവിടെയാണ് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് കിട്ടാൻ സാധ്യതയുള്ളത് എന്ന് അവരെന്നെ മനസ്സിലാക്കിയിട്ട് അവര് സെർച്ചിലും ഡിമാൻഡിലും ഡിസ്പ്ലേയിലും വീഡിയോയിലും അതിന്റെ എവിടെയാണോ വേണ്ടത് അവിടെ കാണിക്കും. ഈ ഒരു ക്യാമ്പയിൻ നമ്മൾ എല്ലാം കൂടി ഒറ്റ ക്യാമ്പയിൻ സെറ്റാക്ക് ചെയ്യുക. അത് നമുക്ക് എവിടെ ഗൂഗിൾ തന്നെ നോക്കിയിട്ട് എല്ലായിടത്തിലും സെറ്റപ്പ് ആക്കുന്നതാണ് പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ. പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ എന്നുള്ളത് ടൈപ്പ്. ഓക്കെ, ഇതാണ് ഗൂഗിളിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ക്യാമ്പയിൻ ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് സ്ട്രക്ചർ, ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. ഇതിൽ തന്നെ എന്തുണ്ട്, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ക്യാമ്പയിൻ സെലക്ട് ചെയ്തു, പിന്നെ ക്രിയേറ്റ് എ ക്യാമ്പയിൻ വിത്തൗട്ട് ഗൈഡൻസ് സെലക്ട് ചെയ്തു, പിന്നെ എന്താ സെലക്ട് ചെയ്യുന്നത്, സെർച്ച് ക്ലിക്ക് ചെയ്യുക. സെർച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പല ഗോളുകൾ ഉണ്ടാവും. ഉണ്ടോ, പല ഗോളുകൾ, മനസ്സിലായോ? ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം, ഗോളുകൾ സെലക്ട് ചെയ്യണം. അതായത് ഈ ക്യാമ്പയിൻ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്ത് ഗോളാണ് കിട്ടേണ്ടത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാൻഡിംഗ് പേജിൽ ഒരു ഫോം ഫില്ല് ചെയ്യലാണെങ്കിൽ എന്റെ ഗോൾ എന്തായിരിക്കും, സബ്മിറ്റ് ലീഡ് ഫോം ആയിരിക്കും, അല്ലെ? ഓർമ്മ ഉണ്ടോ? ലാൻഡിംഗ് പേജിൽ ഒരു ക്യാമ്പയിൻ സെലക്ട് ചെയ്യണമെങ്കിൽ എന്റെ ഗോൾ എന്താണ്, സബ്മിറ്റ് ലീഡ് ഫോം ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്താൽ മതി, ഈ ഗോളില് എനിക്ക് സബ്മിറ്റ് ലീഡ് ഫോം മാത്രം മതിയെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്താൽ മതി. ബാക്കിയെല്ലാം എനിക്ക് എന്താക്കാം, റിമൂവ് ചെയ്യാം. ജസ്റ്റ് ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക, റിമൂവ് ചെയ്യുക, ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക, റിമൂവ് ചെയ്യുക, ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക, റിമൂവ് ചെയ്യുക. ഇപ്പൊ എന്തായി, സബ്മിറ്റ് ലീഡ് ഫോം എന്നുള്ള
ഗോള് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഗോളും ഇതിലിപ്പല്ല. എനിക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് കണ്ടിന്യൂ അടിക്കാം. ഓക്കെ, കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ സെലക്ട് ദ റിസൾട്ട് ദാറ്റ് യു വാണ്ട് ഫ്രം ക്യാമ്പയിൻ. എന്ത് റിസൾട്ട് ആണ് ഈ ക്യാമ്പയിൻ കൂടെ വരേണ്ടത്? എന്ത് റിസൾട്ട് ആണ്? നമ്മൾ ഗോൾ എന്താ കൊടുത്തത്? ലീഗ് ഫോം ആണ്, അല്ലാതെ ഫോം ത്രൂ നമുക്കൊരു സബ്മിഷൻ വരലാണ് നമ്മൾ ഗോൾ കൊടുത്തത്. അപ്പൊ എനിക്ക് എന്ത് കൊടുത്താൽ മതി? വെബ്സൈറ്റ് വിസിറ്റ് കൊടുത്താൽ മതി. ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം, എന്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുക്കാം. HTTPS വേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യും, ശരി ലിങ്ക് കൊടുത്തു. ഇനിയിപ്പോ ഫോൺ കോൾ വരണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഒരു ഫോൺ കോൾ വിളിച്ചിട്ട് ഇവിടെ എന്റെ കൺട്രി കോഡ് കൊടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഫോൺ കോളും കൂടി കൊടുക്കാം. അപ്പൊ ഞാൻ ഫോൺ കോൾ കൊടുക്കുന്നില്ല, ജസ്റ്റ് അവിടെ ഇരുന്നു. ഇനി എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യും. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ക്യാമ്പയിൻ നെയിം വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡെമോ എന്നുള്ള രീതിയിൽ ക്യാമ്പയിൻ നെയിം സെലക്ട് ചെയ്യാം. എന്ത് ചെയ്യാം, കണ്ടിന്യൂ. പിന്നെ വരുന്ന ഫസ്റ്റ് ഓപ്ഷൻ ആണ് എന്ത്, ബിഡിങ് ഓപ്ഷൻ. ബിഡിങ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ബിഡ് ചെയ്യേണ്ടത്? ക്ലിക്കിനാണോ കൺവേർഷൻ ആണോ? ഇവിടെ വരുന്നുണ്ടോ, ക്ലിക്സ് ഉണ്ടാവും. കൺവേർഷൻ വാല്യൂ സെയിം തന്നെയാണ്, വാല്യൂ ക്രിയേറ്റ് ആവുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ക്ലിക്സ് ഉണ്ട്, ഇംപ്രഷൻ ഷെയർ ഉണ്ട്. അതായത് കൂടുതൽ ക്ലിക്സ്, അതായത് ഇപ്പോൾ നമ്മളെ ആഡ് ആൾക്കാർ കണ്ട് കൂടുതൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യണോ, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ കണ്ടാൽ മതിയോ? അതായത് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ കണ്ടാൽ മതിയോ, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്ന ഈ ബിഡിങ് എന്ന് പറയുന്ന സംഭവം എന്താ വെച്ചാൽ, എന്തിനാണ് ഈ ക്യാമ്പയിൻ ആൾക്കാരെ കാണിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തിനാണ് നമ്മളെ ഈ ഒരു എമൗണ്ട് അവർ ബിഡ് ചെയ്യേണ്ടത്? എന്തിനാണ് അവർ എന്ത് ആഡ് നമ്മളെ ആഡ് എമൗണ്ട് നമ്മളെ കയ്യിൽ നിന്ന് സ്പെൻഡ് ആക്കേണ്ടത് എന്തിനാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, നമ്മളെ ക്യാമ്പയിൻ എങ്ങനെയാണ്, ഓപ്ഷൻ മൂലമാണ്. അതായത് കുറെ ക്രൈറ്റീരിയാസ് വെച്ചിട്ട് നമ്മളെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നോക്കി കുറെ ക്രൈറ്റീരിയാസ് വെച്ചിട്ട് ഒരു റാങ്ക് ക്രിയേറ്റ് ആയിട്ട് അത് വെച്ചിട്ടാണ് റാങ്ക് ഏറ്റവും ടോപ്പിൽ കാണിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടോപ്പിൽ കാണിക്കാൻ വേണ്ടി ഒരു ബിഡിങ് നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ബിഡിങ് നടക്കുന്നുണ്ട്. ആ ബിഡിങ് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ എന്തിനാണ് നടക്കുന്നത്? ഇപ്പൊ കൺവേർഷൻ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺവേർട്ട് ആവുന്ന ആൾക്കാരിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കൺവേർഷൻ വാല്യൂ ആണെങ്കിൽ സെയിം തിങ് തന്നെയാണ് വാല്യൂ ക്രിയേറ്റ് ആകുന്നത്. ലൈക്ക് ഒരു വാല്യൂ നമ്മൾ കൊടുക്കും, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺവേർഷൻ വാല്യൂ സെറ്റ് ചെയ്യാം. ROS ബേസ് ചെയ്തിട്ട്, അതായത് ഇപ്പം നമുക്കിപ്പോ നമ്മുടെ കമ്പനിയിൽ നമുക്കൊരു 6% ROS 6% ROS കിട്ടണമെങ്കിൽ ആ ROS ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതായത് ഇപ്പൊ ഈ കൺവേർഷൻ വാല്യൂ സ്വാഭാവികമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഒരു 1 ഇയർ 2 ഇയർ ഒക്കെ ഗൂഗിൾ ആഡ്സ് തന്നെ നിർത്താണ്ട് ചെയ്ത കമ്പനീസിനൊക്കെ ഒരു ടാർഗറ്റ് ഉണ്ടാവും. ഇത്ര റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ്, ROS എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ്, മനസ്സിലായോ? അപ്പോ 1 ഇയർ 2 ഇയർ ഒക്കെ ആയിട്ട് നമുക്ക് ക്യാമ്പയിൻ ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികൾക്ക് ഓൾക്കൊരു ഒരു ഇതുണ്ടോ, ഡാറ്റ ഉണ്ടോ, എന്ത് ഇത്ര പെർസെന്റേജ് നമുക്ക് ഇത്ര 10,000 രൂപ ഇട്ടാൽ ഇത്ര റിട്ടേൺ നമുക്ക് കിട്ടും, ഇത്ര രൂപ 10,000 രൂപ നമ്മൾ ഇടലിട്ട് ഇത്ര രൂപ നമുക്ക് ധാരണ. അപ്പൊ ആ ഒരു സെഗ്മെന്റിലൊക്കെ എത്തുമ്പോൾ മാത്രം എന്തായാലും മതി, കൺവേർഷൻ വാല്യൂ സെറ്റ് ചെയ്താൽ മതി. അതായത് ഇപ്പൊ ഒരു 6% ആണ് നമ്മൾ ROS, 6% ROS നമുക്ക് കിട്ടണം, 6% കൊടുക്കാം. ആക്ച്വലി ഇതിന്റെ ആവശ്യമില്ല. നമ്മൾ ഇനീഷ്യലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി, കൺവേർഷൻ ഓർ ക്ലിക്സ്. ഓക്കെ, ക്ലിക്സ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൂടുതൽ ക്ലിക്സ് വരുന്നതാണോ, ക്ലിക്സ് വരാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ക്യാമ്പയിൻ കാണിക്കേണ്ടത്. ഇംപ്രഷൻ ഷെയറിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടാൽ മതിയോ, ക്ലിക്ക് ചെയ്യണ്ടേ, കാണിച്ചാൽ മതിയോ, അതായത് ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ കാണിച്ചാൽ മതിയോ, ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണിക്കണ്ടേ. ഇത് ചെയ്യുന്ന സമയത്ത് ഇത് ഓരോന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ ക്യാമ്പയിൻ വർക്കാവും എങ്ങനെയൊക്കെ അറിയും. ഇപ്പൊ കൺവേർഷൻ ആണെങ്കിൽ ഇപ്പം ഇർഫാൻ ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇപ്പൊ ഇർഫാൻ എക്സാമ്പിൾ വെച്ച് പറയാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം എന്ന് താല്പര്യമുള്ള ആള് ഇർഫാൻ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡീറ്റെയിൽസ് കണ്ട ഇർഫാൻ വന്നപ്പോ എന്താക്കും, ജസ്റ്റ് ചാടി കയറി ഫോം ഫില്ല് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അപ്പൊ ഇർഫാന്റെ കാറ്റഗറി എവിടെയായി, കൺവേർഷനിലായി. ഇർഫാൻ കൺവേർഷനിൽ പെട്ട ആളാണ് അല്ലെ. എനിക്ക് ജസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ എൻക്വയറി ചെയ്താൽ മതി. ഞാൻ ചിലപ്പോൾ ജസ്റ്റ് കയറിയിട്ട് ജസ്റ്റ് നോക്കി ഒന്നും കൂടെ പോകുന്ന ഒരാളാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ നോക്കി ഫോം ഒന്നും ഫില്ലാക്കി ആക്കാണ്ട് ജസ്റ്റ് നോക്കി പോകുന്ന ഒരാളാണ്.
ഇപ്പൊ എന്റെ കാറ്റഗറി എവിടെയാണ്? ക്ലിക്സിലാണ്. ഈ കൺവേർഷൻ കൊടുത്താൽ ഇർഫാനെ പോലത്തെ ആൾക്കാർ എന്താക്കും? ഇർഫാനെ പോലത്തെ ആൾക്കാർക്ക് കൂടുതൽ എന്റെ ക്യാമ്പയിൻ ഗൂഗിൾ കാണിക്കും. ക്ലിക്സ് ആണ് കൊടുക്കുന്നെങ്കിൽ എന്നെ പോലത്തെ കുറെ ആൾക്കാർക്ക് ഗൂഗിൾ കാണിക്കും. മനസ്സിലായോ? ഈ പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇനീഷ്യലി ഫസ്റ്റ് ക്യാമ്പയിൻ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഒരിക്കലും കൺവേർഷൻ അല്ല നമ്മൾ ചൂസ് ചെയ്യുക, ക്ലിക്സ് ആണ്. കാരണം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡാറ്റ ഗൂഗിളിന്റെ നമ്മുടെ ആഡ് അക്കൗണ്ടിന് കിട്ടിയിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? ക്ലിക്സ് എന്ന് ക്ലിക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഈ കോസ്റ്റ് പെർ ക്ലിക്ക് ലിമിറ്റ് ഒന്നും നമ്മൾ ഇപ്പൊ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇനീഷ്യലി ക്യാമ്പയിൻ ചെയ്ത് നമുക്ക് ഒന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കസ്റ്റമർ അക്വിസിഷൻ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുക. നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ എത്തുന്ന സമയത്ത് നമുക്ക് എന്തുണ്ട്? ഫസ്റ്റ് നെറ്റ്വർക്ക്സ് എന്നുള്ളൊരു ടാബ് ഉണ്ട്. ഈ നെറ്റ്വർക്ക്സിൽ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഓഫാക്കണം. ഗൂഗിളിന്റെ സെർച്ച് റിസൾട്ട് പേജിൽ മാത്രം കാണിച്ചാൽ മതി. വേറെ എവിടെയും ഈ ക്യാമ്പയിൻ കാണിക്കേണ്ട എന്നാണ് അവിടെ കൊടുത്തത്. പിന്നുള്ളത് സ്വാഭാവികമായിട്ടും ലൊക്കേഷൻസ് ഉണ്ട്. ലൊക്കേഷൻസ് എനിക്ക് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ സെലക്ട് ചെയ്യാം. ഇനി അനദർ ലൊക്കേഷൻസ് ആണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് അനദർ ലൊക്കേഷൻ എടുത്തിട്ട് എന്റെ ഈ ക്ലയന്റ് ഉള്ളത് ബാംഗ്ലൂർ ആണ്. ബാംഗ്ലൂർ ആണെങ്കിൽ ബാംഗ്ലൂർ വിത്ത് ഇൻക്ലൂഡ് കൊടുക്കും. അപ്പൊ ബാംഗ്ലൂർ ആ ക്ലയന്റിന്റെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇനി ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കും അവിടെയുള്ള ആൾക്കാരല്ല, ഒരു ഓൾ ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഇനിയിപ്പോ മലയാളം, ബാംഗ്ലൂരിലുള്ള മലയാളികളെ മാത്രം അല്ലെങ്കിൽ മലയാളം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മലയാളം എന്ന് കൊടുത്താൽ മലയാളം വരും. ഞാനിപ്പോ ഒന്ന് കൊടുത്തത് ഓൾ ലാംഗ്വേജ് കൊടുക്കും. പിന്നെ ഇതൊരു പൊളിറ്റിക്കൽ ആഡ്സ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. പൊളിറ്റിക്കൽ ആഡ്സ് അല്ല എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നോ നോക്കും. ഇനി ഓഡിയൻസ് സെഗ്മെന്റ് എന്നുള്ള ഇതുണ്ട്. ഇത് നമ്മൾ എന്താണ് ഇനീഷ്യലി നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല, ഫില്ലപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഇനിയിപ്പോ എന്തെങ്കിലും നിങ്ങളുടെ ബിസിനസ്, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പൊ ഈ ഒരു ബിസിനസ്സായിട്ട് ഈ മാച്ചപ്പ് ആയിട്ടുള്ളത് ഇന്റീരിയർ ഡിസൈനിങ് ആണ്. പിന്നെ അതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്യുന്നു. ഹോം ഇംപ്രൂവ്മെന്റ്, കിച്ചൺ ആൻഡ് ഡൈനിങ് റൂം, ലിവിംഗ് റൂം, ടെക്സ്റ്റൈൽ സർവീസ്. ഓക്കെ, ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. മനസ്സിലായോ? ഇപ്പൊ ചില ബിസിനസ്സിന് ഈ ഒരു സംഭവം ഉണ്ടാവില്ല. റിലേറ്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഉണ്ടാകാൻ സാധ്യത. മാർക്കറ്റിംഗ് അഡ്വർടൈസിങ് ആണ് ഉണ്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, സെലക്ട് ചെയ്യണമെന്നുള്ളൂ. ഓക്കെ. ഇനി എങ്ങനെയാണ് ഇത് ടാർഗറ്റ് ചെയ്യേണ്ടത്? നേരമായിട്ടുള്ള ടാർഗറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒബ്സർവേഷൻ മോഡിൽ ടാർഗറ്റ് ചെയ്യണോ? ഇവര് ഗൂഗിൾ എന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് ഒബ്സർവേഷൻ രീതിയാണ്. ലൈക്ക് എങ്ങനെയാണ് ഇത്, അതായത് ഈ ഓഡിയൻസ് സെഗ്മെന്റിന് ഉണ്ടല്ലോ, എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്? വളരെ നേരമായിട്ടാണോ, അല്ലെങ്കിൽ ബ്രോഡ് ആയിട്ട് ടാർഗറ്റ് ചെയ്താൽ മതി? നമുക്ക് അതായത് ഇത് മാത്രം സെർച്ച് ചെയ്യുന്ന ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്താൽ മതി എന്നാണ് ചോദിക്കുന്നത്. വേണ്ട, നമുക്ക് അങ്ങനെ ടാർഗറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നോർമൽ എന്നുള്ള രീതിയിൽ ടാർഗറ്റ് ചെയ്താൽ മതി. ഇപ്പം ഇൻക്ലൂഡ് ആയുള്ള ആൾക്കാരെ കാണിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ്. അത് മനസ്സിലായോ? അതായത് ഓഡിയൻസ് സെഗ്മെന്റ് ഞാൻ ഈ സെലക്ട് ചെയ്ത ആൾക്കാരെ മാത്രം കാണിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ഇതും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആൾക്കാരെ മൊത്തത്തിൽ ബ്രോഡായിട്ട് കാണിച്ചാൽ മതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ എന്താ സെലക്ട് ചെയ്യുന്നത്? ഒബ്സർവേഷൻ എന്നുള്ള രീതിയിലാണ് സെലക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അത് മനസ്സിലായോ? ആണ്. പിന്നുള്ളത് മോർ സെറ്റിംഗ്സ് ആണ്. മോർ സെറ്റിംഗ്സിൽ ആഡ് റൊട്ടേഷൻസ് ഉണ്ടാവും. ആഡ് റൊട്ടേഷൻസിൽ എങ്ങനെയാണ്, അതായത് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? പെർഫോമിംഗ് ആയിട്ടുള്ള ആഡ്സ് ആണോ, അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻ ചെയ്യേണ്ട, അതായത് അതൊക്കെ ഡീഫാൾട്ട് ആയിട്ട് തന്നെ വെക്കുക. ചേഞ്ചസും കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ലൈക്ക് നമ്മൾ ഈ ക്യാമ്പയിൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒപ്റ്റിമൈസേഷൻ ചെയ്യല്ലോ. എങ്ങനെയാണ് പെർഫോമിംഗ് ആഡ്സ് വൈസ് ആണോ ഒപ്റ്റിമൈസേഷൻ ചെയ്യേണ്ടതെന്നൊക്കെയാണ് കൊടുക്കേണ്ടത്. സോ അതൊന്നും നമ്മൾ എന്താക്കണ്ട, ഒന്നും ചെയ്യണ്ട. അതൊക്കെ ഡീഫാൾട്ട് ആയിട്ട് തന്നെ കൊടുക്കുക. പിന്നെ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഡേറ്റ് ഉണ്ട്. അത് ഇപ്പം നമ്മളെ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു 10-ാം തീയതി സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ഷെഡ്യൂൾ ഉണ്ട്. അതായത് ഓൾ ഡേ ഈ ക്യാമ്പയിൻ റൺ ചെയ്യണോ, അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ ടൈമിൽ മാത്രം റൺ ചെയ്താൽ മതി എന്നുള്ളതാണ്. പിന്നെ ക്യാമ്പയിൻ യു ആർ എൽ ഓപ്ഷൻസ്, അതായത് നമ്മൾ കൊടുക്കുന്ന യു ആർ എൽ അല്ലാതെ വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് അവിടെ കൊടുക്കാം. പേജ് ഏതെങ്കിലും ഫീഡ് പേജിലേക്ക് സ്ട്രേറ്റ് ആയിട്ട് പോകണമെങ്കിൽ അത് പോകണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. സോ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഒക്കെ ഡീഫാൾട്ട് ആയിട്ട് കൊടുക്കാം. ലൈക്ക് എന്താണ് ഞാൻ പറഞ്ഞ ഈ മോർ
സെറ്റിങ്സ് എന്നുള്ളത്, ഈ മോർ സെറ്റിങ്സ് എന്നുള്ളത് അനക്കാനേ പോകണ്ട, ജസ്റ്റ് അങ്ങനെ തന്നെ വെച്ചേക്കും. മനസ്സിലായോ? ഇതിലത്തെ സെറ്റിങ്സ് ഒക്കെ അതേപോലെ തന്നെ ഡീഫോൾട്ട് ആയിട്ട് കിടന്നോട്ടെ. അതിലൊന്നും ചേഞ്ചസ് ഇനീഷ്യലി വരുത്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേഞ്ചസ് വരുത്താം. മനസ്സിലായോ? ഏത് ടാർഗറ്റ് ആണ് സെറ്റ് ചെയ്യേണ്ടത്? ഇതോ ഇതോ ആണ് ആരൊക്കെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് എങ്ങനെ മനസ്സിലാക്കുന്നത് വെച്ചാല് സെർച്ച് മനസ്സിലായില്ല. മനസ്സിലായില്ല ഈ സംഭവം തന്നെ. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മളിപ്പോ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ആണ് കൊടുക്കുന്നതെങ്കിൽ, സോ നമ്മളെ സർവീസ് എന്തായിരിക്കും? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സെർച്ച് ചെയ്ത് നോക്കുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വർടൈസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് സർവീസ് ആണ് ഒന്നാമത്തെ. ഇമെയിൽ മാർക്കറ്റിംഗ് ഓക്കെയാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ബിസിനസ് എഡ്യൂക്കേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പെട്ടതല്ല. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ജോബ് പെട്ടതല്ല. ഓൺലൈൻ കോഴ്സസ് പെട്ടതല്ല. വെബ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് നമ്മുടെ സർവീസ് പെട്ടതാണ്, നമുക്ക് കൊടുക്കാം. CRM സൊല്യൂഷൻസ് ഇല്ല. സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാംസ് നമ്മളെ പെട്ടതല്ല. ഇപ്പൊ സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാംസ് മറ്റേതെങ്കിലും ക്ലൈന്റാണ് നമുക്ക് കൊടുക്കാം. മനസ്സിലായോ? CM ആൻഡ് SEO സർവീസസ് നമ്മളെ നമുക്ക് കൊടുക്കാം. മനസ്സിലായോ? അതിപ്പോ ബേസ്ഡ് ഓൺ യുവർ ബിസിനസ്. ഇപ്പൊ എന്തെങ്കിലും ഇർഫാൻ എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. നമുക്ക് അതിന്റെ ഇതുണ്ടോ, സെഗ്മെന്റ്സ് ഉണ്ടോ നമുക്ക് നോക്കാം. ആണ് കാർ ആക്സസറീസ്. കാർ ആക്സസറീസ് ഇവിടെ ഉണ്ടോ? കാർ ആക്സസറീസ്, കോമ്പാക്ട് കോമ്പാക്ട് സ്പോർട്സ് കാർ പാർട്സ് ആൻഡ് ഉണ്ടോ? മനസ്സിലായോ? വേണമെങ്കിൽ കാർസ് ആൻഡ് വെഹിക്കിൾസ് കൊടുക്കാം. അതായത് ഈ സാധനങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരിലേക്കാണ് ഈ ക്യാമ്പയിൻസ് ഒക്കെ എത്തുക. മനസ്സിലായോ? ഇപ്പൊ 4x4 വേണമെങ്കിൽ കൊടുക്കാൻ കാരണം എന്താ? 4x4 ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരിലേക്ക് എന്തെത്തും? അവർക്ക് കാർ ആക്സസറീസ് വേണ്ടി വരില്ലേ? വേണം. കാർസ് ആൻഡ് വെഹിക്കിൾസ് ഇൻട്രസ്റ്റ് ഉള്ള ഓഡിയൻസ് ഉണ്ടാവില്ലേ? അവർക്ക് എന്ത് വേണം? കാർ ആക്സസറീസ് വേണം. അത് നമുക്ക് സെലക്ട് ചെയ്യാം. മനസ്സിലായോ? യെസ്, ഓഡിയൻസിന് ഫ്രണ്ട്സ്. ഇനിയിപ്പോ ഇർഫാന് ഈ ഒരു ഓഡിയൻസ് സെഗ്മെന്റ് തീരെ സെലക്ട് ചെയ്തില്ലെങ്കിൽ ഒരു വിഷയമില്ല. തീരെ സെലക്ട് ചെയ്തില്ലെങ്കിൽ വിഷയമില്ല. കാരണം ഈ ക്യാമ്പയിൻ മൊത്തം ഡിപ്പെൻഡ് ഓൺ ചെയ്തിരിക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് തൊട്ടാണ്. അതായത് കീവേഡ്സ് തൊട്ടാണ് ക്യാമ്പയിന്റെ മൊത്തം എന്ത് ചെയ്തിരിക്കുന്നത്. ക്യാമ്പയിൻ മൊത്തം വർക്ക് ആവുന്നത് ഇതിന്റെ കീവേഡ്സ് വെച്ചിട്ട്. ഓഡിയൻസ് സെക്കൻഡ് ഇതിന്റെ സെഗ്മെന്റിന്റെ ഒരു പാർട്ടാണെന്ന് മാത്രം, ജസ്റ്റ് ചെറിയൊരു പാർട്ടാണെന്ന് മാത്രം. സെലക്ട് ചെയ്തില്ലെങ്കിലും ദർ ഇസ് നോ പ്രോബ്ലം. ഓക്കെ, പക്ഷെ സെലക്ട് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, വേണ്ടെങ്കിൽ സെലക്ട് ചെയ്യണ്ട എന്നുള്ള രീതി. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റിലേക്ക് പോയാൽ സെർച്ച് ചെയ്യേണ്ടതുണ്ടാവും. അത് നോക്കണ്ട, ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുക. ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുക. ഇവിടെ ഉണ്ടാവും അടുത്തൊരു ഓപ്ഷൻ വരും, അത് ജസ്റ്റ് ഉണ്ടാക്കുക, സ്കിപ്പ് അടിക്കുക. ഈ സെക്ഷൻ ആണ് എന്ത് ഇമ്പോർട്ടൻറ്റ്, കീവേഡ്സ് ആൻഡ് ആഡ്സ്. അതായത് കീവേഡ്സ് ആൻഡ് ആഡ്സ് കാണുന്നുണ്ടാവും. അവിടെ തന്നെ കൊടുക്കുന്നുണ്ട് ആഡ് ഡീറ്റെയിൽസ് ടു മേക്ക് യുവർ ആഡ്സ് ദ റൈറ്റ് സർച്ചസ്. അതായത് റൈറ്റ് സർച്ചസ് വരുന്ന കീവേഡ്സുകൾ, മാച്ചിങ് കീവേഡ്സുകൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതായത് ഇപ്പം
ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സാണ് നമ്മൾ സ്കിൽഫ്ലൈയിൽ കൊടുക്കുന്നതെങ്കിൽ ആ കോഴ്സ് ആൾക്കാർക്ക് റീച്ച് ആവണമെങ്കിൽ എന്തായിരിക്കും ആൾക്കാർ സെർച്ച് എഞ്ചിനിൽ വന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ടാവും? ഒരു എക്സാമ്പിൾ ചെയ്യും, ഒരു കീവേഡ് എക്സാമ്പിൾ പറ. അതായത് സ്കിൽഫ്ലൈ എന്നുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സാണ് നമ്മൾ ആഡ് വഴി ചെയ്യുന്നത്. അപ്പൊ ആ ആഡിൽ കാണുന്ന ആൾക്കാർ എന്തായിരിക്കും ഓഡിയൻസിന്റെ പെർസ്പെക്റ്റീവ് ചിന്തിച്ചിട്ട് എന്തായിരിക്കും അവർ ടൈപ്പ് ചെയ്യാനുള്ള ഒരു കീവേഡ് എന്ന് പറയാം. അതെ, യെസ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കാലിക്കറ്റ്. ഈ കീവേഡ് മാത്രമായിരിക്കും ഉണ്ടാവുക, അല്ല, കുറെ കീവേഡ്സ്. എത്രത്തോളം കീവേഡ്സ് നമുക്ക് കണ്ടുപിടിച്ച് ഇവിടെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ എന്താവും, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എൻ്റർ കീവേഡ്സ് എന്ന സെക്ഷൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. എത്ര കീവേഡ്സ് വേണമെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എത്ര കീവേഡ്സ് വേണമെങ്കിലും. അത് തന്നെ കീവേഡ്സ് തന്നെ പല ടൈപ്പിലും. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? അതിനാണ് കീവേഡ് റിസർച്ച്. അതാണ് നമ്മൾ നെക്സ്റ്റ് പറയാനുള്ള സംഭവം. അതാണ് കീവേഡ് റിസർച്ച്. അതായത് ഇപ്പൊ ഞാനിപ്പം എന്റെ ഇത് മൊത്തം നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഇർഫാൻ ചെയ്യേണ്ട ഒരു ടാസ്ക് ആണ്. അബ്ദുലിനോട് കൊടുത്തിട്ടുണ്ട്. കീവേഡ് കണ്ടുപിടിച്ചു, മാക്സിമം കീവേഡുകൾ എന്താക്കുക, കണ്ടുപിടിക്കുന്നത്. കാണുന്നുണ്ടോ? ഓക്കെ. ഇപ്പം കീവേഡ് റിസർച്ച് ചെയ്യുന്നതിന് പല ടൈപ്പ് ഓഫ് മെത്തേഡുകൾ. ഒരു ടൈപ്പ് ഓഫ് മെത്തേഡ്, ഫസ്റ്റ് മെത്തേഡ് എന്താന്ന് വെച്ചാൽ ഇതാ, സെർച്ച് എഞ്ചിനിൽ പോവുക. സെർച്ച് എഞ്ചിൻ ഞാൻ മനസ്സിലായല്ലോ, സ്ക്രീൻ കാണുന്നില്ലേ? ഇവിടെ വരിക. എന്താ നമുക്ക് വേണ്ടത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ആണോ കോഴ്സ് ആണോ? കോഴ്സ്. കോഴ്സിൻ എവിടെയാ വേണ്ടത്? കാലിക്കറ്റ്. കണ്ടോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൻ കാലിക്കറ്റ് പഠിക്കുമ്പോൾ കുറെ ഓപ്ഷൻസ് ഇവിടെ തന്നെ വരുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൻ കാലിക്കറ്റ് ഹൈലൈറ്റ് ആണ്. ഇതെന്താണ്? ആൾക്കാർ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന കീവേഡുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഫ്രീക്വന്റ് സെർച്ച് ആണ്. മനസ്സിലായോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൻ കാലിക്കറ്റ് ഹൈലൈറ്റ് മാർക്ക്. നമുക്ക് എന്ത് ചെയ്യാം? എടുക്കുക, കോപ്പി ചെയ്യുക, ഒരു ഷീറ്റിലാക്കി വെക്കുക. ഗൂഗിൾ ഷീറ്റ് എടുക്കുക, ഗൂഗിൾ ഷീറ്റ് എടുക്കുക, ന്യൂ ഷീറ്റ് എടുക്കുക. കീവേഡ്സ് അടിക്കുക. ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ച കീവേഡും വോളിയം കൊടുക്കുക. എന്നിട്ട് എന്താക്കുക? ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ച കീവേഡ് എന്താണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൻ ഹൈലൈറ്റ് മാർക്ക്, കാലിക്കറ്റ് ഹൈലൈറ്റ് മാർക്ക്. അതേപോലെ തന്നെ അവിടെ കുറെ എണ്ണുന്നുണ്ട്. എന്ത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കാലിക്കറ്റ് എടുക്കുക, കോപ്പി ചെയ്യുക, അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടുന്ന് കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഇവിടെയും കാണും. കുറച്ചുകൂടി തപ്പുണ്ടോ? ഇത് കണ്ടോ? ഏറ്റവും ലാസ്റ്റ് ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കാലിക്കറ്റ് ഫീസ് എന്ത് ചെയ്യുക? അവിടെ കൊണ്ടുപോയാ ഇവിടെ ഇടുക. മനസ്സിലായോ? മനസ്സിലായോ ഇർഫാന്? ആ, ഇനി എന്ത് ചെയ്യാ? ഇതിവിടെ കൊണ്ടിട്ടാൽ മാത്രം പോരാ, ഇതിന്റെ വോളിയം ഒക്കെ എത്രയാന്ന് കണ്ടുപിടിക്കണം. ഏറ്റവും കൂടുതൽ വോളിയം ഉള്ള കീവേഡ്സ് മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പൊ ഞാൻ എന്താക്കും? ഇത് മൂന്നും ഇങ്ങനെ കോപ്പി ചെയ്യും. എന്നിട്ട് നേരെ ഗൂഗിൾ ആർട്സിൽ പോകും. കീവേഡ് പ്ലാനർ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓർമ്മ ഉണ്ടോ? ഗൂഗിൾ കീവേഡ് പ്ലാനർ SQL പഠിച്ചിട്ടുണ്ടാവും. ഗൂഗിൾ പ്ലാനിങ് പോയിട്ട് കീവേഡ് പ്ലാനർ പഠിച്ചില്ലയോ? അപ്പൊ കീവേഡ് പ്ലാനറിൽ പോവാ, ഡിസ്കവർ ന്യൂ കീവേഡ്സ് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ അവരുടെ കോപ്പി ചെയ്ത കീവേഡ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യാം.
എന്നിട്ട് എന്താക്കുക, ഗെറ്റ് റിസൾട്ട് അടിക്കുക. ഗെറ്റ് റിസൾട്ട് അടിച്ച് കഴിയുമ്പം എന്താ, ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കാലിക്കറ്റിന് ആവറേജ് മന്ത്ലി എത്ര സെർച്ച് ഉണ്ട്? 720 സെർച്ച് ഉണ്ട്. കണ്ടോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കാലിക്കറ്റ് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ആവറേജ് മന്ത്ലി സെർച്ച് എത്രയാണ്? 10. ഇവിടെ അതിലും കൂടുതലുള്ളതുണ്ട്. ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കാലിക്കറ്റ് ഉണ്ട്, ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് ഉണ്ട്, ബെസ്റ്റ് മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കാലിക്കറ്റ് ഉണ്ട്, ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാലിക്കറ്റ് ഉണ്ട്. ഇതെന്താക്കും, നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്യും, കീവേഡ്സ് എടുക്കും, ഇവിടെ കൊണ്ട് വീണ്ടും പേസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിന്റെ വോളിയം ഒക്കെ എന്താക്കും, നമ്മൾ ആഡ് ആക്കിയിടും. വോളിയം എത്രയാ? 720, 210, 320. 720, 310, 210, 320. 210, 320. ഞാൻ കൊടുത്ത കീവേഡ്സിന്റെ ഒക്കെ വോളിയം എത്രയാണോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻക്ലൂഡിംഗ് കാലിക്കറ്റ്, ഇത് ഓൾറെഡി ഞാൻ കൊടുത്തു കഴിഞ്ഞു. മനസ്സിലായി? പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഹൈലൈറ്റ് മാനേജ്മെന്റ്, ഹൈലൈറ്റ് മാനേജ് 10ന് 0 ഇല്ല. ഇപ്പൊ എത്ര കീവേഡ്സ്, 5 കീവേഡ്സ് നമ്മൾ കണ്ടുപിടിച്ചു. 1, 2, 3, 4, 5, 6 കീവേഡ്സ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? മനസ്സിലായോ? ഇങ്ങനെയാണ് എന്ത്, കീവേഡ്സ് കുറെ കണ്ടുപിടിച്ചു. ഇപ്പൊ എന്താവും, ഈ കീവേഡ്സ് ഒക്കെ നമ്മൾ നമ്മളെ ഗൂഗിൾ ആഡ്സ് ആഡ് ചെയ്ത് എന്താവും, ഇതൊക്കെ സെർച്ച് ചെയ്ത് വരുന്ന ഓഡിയൻസിന് എന്താക്കാൻ പറ്റും, നമ്മളെ, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കാലിക്കറ്റ് എന്നുള്ള കീവേഡ് 720 ആൾക്കാർ മന്ത്ലി ചെയ്യുന്നുണ്ട് ആവറേജ്. ഒരു 720 ആൾക്കാർ ആവറേജ് മന്ത്ലി സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 10 ആൾക്കാർ ജോയിൻ ചെയ്താൽ പോരെ, 10 ആൾക്കാർ എൻക്വയറി ചെയ്താൽ പോരെ? മനസ്സിലായോ? അപ്പൊ കീവേഡ്സ് വോളിയം കൂടുതലുള്ള കീവേഡ്സ് നമ്മൾ മാക്സിമം എന്താക്കുക, നമ്മൾ ഗൂഗിൾ ആഡ്സിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ കുറെ കീവേഡ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് നല്ല ഏറ്റവും നല്ല വോളിയം ഉള്ള കീവേഡ്സ് ഉണ്ടാക്കുക, യൂസ് ചെയ്യുക. മനസ്സിലായോ? ഹലോ, പറ. സ്ട്രാറ്റജി ബിൽഡിംഗ്, മനസ്സിലായില്ല? സ്ട്രാറ്റജി ബിൽഡിംഗ് എന്താ കുറിച്ചാണ് ഇത് പറഞ്ഞ, വോയിസ് ഇട്ട് പറ. ആ ആ ഉം, ഉം. ആ ഇതിൽ ആ ഇതിൽ ഞാൻ പറയാം, ഞാൻ പറയാം. ഇതിപ്പോ എന്താണ്, ഇത് ഷീറ്റിംഗ് ഏതാണെന്നുണ്ടല്ലേ? ആ, ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് ജസ്റ്റ് എനിക്ക് വേണ്ടി, നമുക്ക് മനസ്സിലാൻ വേണ്ടി ജസ്റ്റ് പറയാം. പിന്നെന്താ ഉള്ളത്, സ്കിൽ ഫ്ലൈക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാമ്പയിൻ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. സ്കിൽ ഫ്ലൈക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാമ്പയിൻ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്ക് എന്തുണ്ട്, ലാൻഡിംഗ് പേജ് ഉണ്ട്. സ്കിൽ ഫ്ലൈക്ക് ഏതൊക്കെ കോഴ്സാണുള്ളത് ആണ്? ഒന്ന് ഡി എം ഉണ്ട്, ഒന്ന് എന്തുണ്ട്, HRM ഉണ്ട്. അപ്പൊ എനിക്ക് ബേസിക്കലി എനിക്ക് എന്ത് ക്യാമ്പയിനാ വേണ്ടത്, സെർച്ച് ക്യാമ്പയിനാണ് വേണ്ടത്. സെർച്ച് ക്യാമ്പയിനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം നമ്മളൊരു ക്യാമ്പയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്യുമല്ലോ, സെർച്ച് ക്യാമ്പയിനാണ് എന്ത് ക്യാമ്പയിനാ വേണ്ടത്. ഞാൻ സെർച്ച് ക്യാമ്പയിനാണ് ചെയ്യുന്നത്. കാരണം എന്താ, ഈ DM-ലും HR-ലും എന്തുണ്ട്, ലാൻഡിംഗ് പേജസ് ഞാൻ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും DM-നും HR-നും കൂടി ഒറ്റ ക്യാമ്പയിൻ ചെയ്താൽ മതിയോ? രണ്ട് ചെയ്യണം. കാരണം എന്താ, DM-ന്റെ കീവേഡ്സ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കണ്ടോ, ഈ കീവേഡ്സ് വെച്ചിട്ട്, ഈ കീവേഡ്സ് ആണ് ഇവിടെ വേണ്ടത്, DM-ൽ വേണ്ടത് അല്ലേ? അതേപോലെ തന്നെ HR-നും എന്തുണ്ടാവും, കുറച്ച് കീവേഡ്സ് ഉണ്ടാവും അല്ലേ? അല്ലേ? ആ
ആ ഞാൻ സംഭവം ചെയ്യും. അതുപോലെ തന്നെ എച്ച് ആറിനും ഉണ്ടാവും എന്ത് ബെസ്റ്റ് എച്ച് ആർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡന്റ് കാലിക്കറ്റ് അങ്ങനെ പറഞ്ഞ കുറെ കീവേഡ്സ് ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇത് രണ്ടും കൂടി ഇത് രണ്ട് ഇപ്പൊ ഒരു ആഡ് ഗ്രൂപ്പ് ആയിരിക്കും. ഒരു ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് ആണെങ്കിൽ ഇത് ആഡ് ഗ്രൂപ്പ് 1, ഇത് ആഡ് ഗ്രൂപ്പ് 2. കാരണം എന്താ, ഈ ആഡ് ഗ്രൂപ്പ് 1 DM ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. ഈ ആഡ് ഗ്രൂപ്പ് 1 DM ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതിലത്തെ കീവേഡ്സ് ഇതാണ്. ഇത് ഈ കീവേഡ്സ് ടൈപ്പ് ചെയ്ത് വരുന്ന ആൾക്കാര് ഈ HR കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ആഡ് കാണണോ? വേണ്ട. DMന്റെ ലാൻഡിംഗ് പേജിൽ ലാൻഡ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇവിടെ ആഡ് ഗ്രൂപ്പ് 2 HRMന്റെ ക്യാമ്പയിൻ ആണ്. HRMന്റെ കീവേഡ്സ് ഉണ്ട്. അവരെന്ത് ചെയ്താൽ മതി, HRMന്റെ ലാൻഡിംഗ് പേജിൽ ലാൻഡ് ചെയ്താൽ മതി. കണ്ടേ, നിങ്ങൾക്ക് മനസ്സിലായോ സംഭവം എന്താ ഞാൻ ഉദ്ദേശിച്ചത്? ഇതാണ് എന്ത് സ്ട്രക്ചർ ആക്കുക. ആ കണ്ടാൽ മതി. സ്ട്രക്ചർ ആക്കുക. എങ്ങനെയാണ് സ്ട്രക്ചർ ആക്കുക? ഫസ്റ്റ് ഇതിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്ന സാധനം ഈ കീവേഡ്സിലാണ്. ഈ കീവേഡ്സ് എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളതിലാണ്. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് മൊത്തം യൂസ് ചെയ്യാം. ഇപ്പൊ അത് പോരാ, നമുക്ക് ഈ ഫസ്റ്റ് ടൈമാണ് ഗെയിമിംഗ് ചെയ്യുന്നത്, നമുക്ക് ഇത് മൊത്തം ഫോക്കസ് ചെയ്യാം. കാരണം നമുക്ക് തീരെ ട്രാഫിക് എന്റെ വെബ്സൈറ്റിലേക്കോ എന്റെ ഗൂഗിൾ ആഡ്സിലേക്കോ വന്നില്ല. ഇനി ഇപ്പൊ 2-3 മാസം ആഡൊക്കെ ചെയ്ത് പ്രോപ്പർ ട്രാഫിക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 720, 210, 320 എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്യാം. ഈ 3 മാത്രം സെലക്ട് ചെയ്താൽ മതി. മനസ്സിലായോ? അതെന്താണ്, ഇനി ഇതിൽ തന്നെ കീവേഡ് തന്നെ പല മാച്ച് ടൈപ്പ് ഉണ്ട്. എക്സാക്ട്, ഫ്രേസ്, ബ്രോഡ്. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട്. ഇപ്പൊ ഇതിന്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ പിടി കിട്ടിയാൽ മതി. ഇങ്ങനെയാണ് ഇത് സ്ട്രക്ചർ ആക്കുക. ഇതിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ്. ഇതേപോലെ തന്നെ നമുക്ക് എന്താക്കാം, ഇപ്പൊ ഞാനിപ്പം സ്ട്രാറ്റജി എന്ന് പറയുന്നത് എങ്ങനെ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിപ്പം നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് അല്ല യൂട്യൂബിലേക്ക് ആണെങ്കിൽ ആ രീതി ചെയ്യാം. അതെന്റെ സ്ട്രാറ്റജി പോലെ നമുക്ക് അങ്ങനെ ചെയ്യാം. ഉം. അതായത് ഇപ്പം നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം നമുക്ക് സെർച്ചിൽ കൂടിയല്ല കൂടുതൽ ഓഡിയൻസ് വരുന്നത്. നമ്മൾ മനസ്സിലാക്കുകയാണ്, നമുക്കിപ്പോ ഒരു ധാരണ ഉണ്ടാവില്ല സെർച്ചിൽ കൂടി അല്ലേ കൂടുതൽ ഓഡിയൻസ് വരുന്നത്, യൂട്യൂബിൽ ആഡ് കണ്ടിട്ടാണ് ആൾക്കാർ വരിക എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പം സെർച്ച് ചെയ്യുമ്പോൾ ചെയ്യുക യൂട്യൂബ് ചെയ്യും. ആ വീഡിയോ ക്യാമ്പയിൻ ചെയ്യും. എന്താണ്, ഇർഫാൻ അനലൈസ് ചെയ്ത് ഇർഫാൻ മനസ്സിലാക്കിയ ഡാറ്റ വെച്ച് ഇർഫാൻ പ്ലാൻ ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ ആണ്. അത് ഇർഫാന്റെ സ്ട്രാറ്റജി. മനസ്സിലായോ? ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഇനീഷ്യലി നമുക്ക് എന്താക്കാൻ പറ്റില്ല, അനലൈസ് ചെയ്യാൻ ഡാറ്റയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്യാമ്പയിൻ സെറ്റപ്പ് ആക്കും. അത് വെച്ചിട്ട് ഡാറ്റ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അവിടെ തൊട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്തെടുക്കുക. ഓക്കെ. ഇതേ ക്യാമ്പയിന് കീവേഡ്സ്, ഇത്രയും കീവേഡ്സ് ഉണ്ടല്ലോ, ഇത്രയും കീവേഡ്സ് ജസ്റ്റ് ഇങ്ങനെ തന്നെ ടൈപ്പ് ചെയ്തിട്ടാ പോലെ. ഇതിന് എന്തുണ്ട്, കുറച്ച് മാച്ച് ടൈപ്സ് ഉണ്ട്. എക്സാക്ട്, ഫ്രേസ്, ബ്രോഡ് എന്ന് പറഞ്ഞു. ഈ കാണുന്നത് ഇപ്പൊ ബ്രോഡാണ്. അത് എക്സാക്റ്റിലേക്കും ഫ്രേസിലേക്കും ചേഞ്ച് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗൂഗിൾ ആഡ്സിൽ ആ ഒരു കോളം കണ്ടില്ല, എന്റർ കീവേഡ്സ് ഉള്ള കോളല്ലേ അതിൽ ഇടുക. അത് എന്തിനാണ് ഇടുന്നത്, അത് എന്തിനാണ് എക്സാക്റ്റും ഫ്രേസും എന്നുള്ളതൊക്കെ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇന്നിപ്പോ നമുക്ക് ഇത്രയും പോർഷൻ വരെ നമുക്ക് പഠിച്ചാൽ മതി. ഓക്കെ. എങ്ങനെ? അല്ലല്ല, സത്യ ക്യാമ്പയിൻ സെറ്റപ്പ് ഇനിയും ഉണ്ട്, ബാലൻസ് ഉണ്ട്. അത് ഞാൻ അടുത്തതിലേക്ക് പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മൊത്തം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, സത്യ ക്യാമ്പയിനിൽ ഇനിയും ചെയ്യാനുണ്ട്. കേട്ടോ, പകുതി എത്തിയിട്ടേ ഉള്ളൂ നമ്മൾ.
പകുതി എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇനിയും ചെയ്യാനുണ്ട്. ഓവറോൾ സംഭവം എന്താണെന്ന് മനസ്സിലായോ? ഉം. അതായത് ശക്തി ക്യാമ്പയിൻ ഇനിയും ബാക്കി അങ്ങോട്ടുള്ളതാ കാണിച്ചു തരാം. നമുക്ക് എന്താക്കണം? നമ്മൾ അവിടെ എത്തിയിട്ടേ ഉള്ളൂ. കീവേഡ്സ് ആൻഡ് ആപ്പിൽ എത്തിയിട്ടേ ഉള്ളൂ. ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. അല്ലേ? ഇവിടെ ഇനി ആഡ് സെറ്റപ്പ് ആക്കാണ്ട്. കണ്ടോ? ആഡുകൾ സെറ്റപ്പ് ആക്കാണ്ട്. മെറ്റാ ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷനും കൊടുക്കാണ്ട്. മെറ്റാ ടൈറ്റില്, മെറ്റാ ഡിസ്ക്രിപ്ഷൻ. ഇത് സെറ്റപ്പ് ആക്കി കഴിഞ്ഞാൽ എന്തായി? നമുക്ക് ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്യാം. ഉണ്ടോ? ഈ റൈറ്റ് സൈഡിൽ നമ്മൾ കൊടുത്ത കീവേഡ്സ് അനുസരിച്ച് വീക്കിലി എത്ര ക്ലിക്സ് വരും, എത്രയാണ് CPC, എത്ര രൂപ വീക്കിലി സ്പെൻഡ് ആകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ കീവേഡ്സ് കൊടുക്കുക. ഇത് തന്നെ പല ടൈപ്പ് ഓഫ് കീവേഡ്സ് ഉണ്ട്. മാറണോ? മാറണോ? വേറെ വേറെ എളുപ്പമാണ്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ കീവേഡ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ കണ്ടോ, താഴെ കണ്ടോ മാച്ച് ടൈപ്പ് കൺട്രോൾ വിച്ച് ക്യാൻ ട്രിഗർ മാച്ച് കണ്ടോ, കീവേഡ്സ് ബ്രോഡ് മാച്ച് ഉണ്ട്, ഫ്രേസ് മാച്ച് ഉണ്ട്, എക്സാക്ട് മാച്ച് ഉണ്ട്. അതുണ്ടോ ഇതുപോലെ? ആ അതൊക്കെ എങ്ങനെയാ സെറ്റപ്പ് ആക്കാന്നുള്ളത്, അതെന്താന്നുള്ളത് നമുക്ക് എന്താക്കാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ. ഈ കീവേഡ്സ് ഒരുപാട് കീവേഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പാണ് എന്ത്, നമ്മളെ എന്ത് ആഡ് കണ്ടോ, നമ്മൾ കാണുന്ന ആഡ് ഇവിടെ സെറ്റപ്പ് ആക്കുക. അതായത് സെർച്ച് കാണുന്ന ആഡ് ഇവിടെയാണ് സെറ്റപ്പ് ആക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. UBSK കൊച്ചി കോട്ട് ടുഡേ പ്രൈസ് സ്റ്റാർട്ട് റിയാക്ഷൻ ഓൺവേർഡ്സ് എന്നുള്ള സാധനം കണ്ടോ, പല സ്ക്രീൻ കാണുന്നുണ്ടോ? ഈ സാധനം, ആ ഈ സാധനം സെറ്റപ്പ് ആക്കുന്ന ഏരിയയാണ് ഇത്. ഉണ്ടോ? ഇവിടെയാണ് നമ്മളത് കൊടുക്കുക. ഏത് കോട്ട് ടുഡേ പ്രൈസ് സ്റ്റാർട്ട് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ എന്താവും, ഇവിടെ കണ്ടോ ഒരു പ്രിവ്യൂ പോലെ കണ്ടോ. ഈ സാധനങ്ങൾ മൊത്തം സെറ്റപ്പ് ആക്കുന്നത്, അതായത് ഞാൻ ഈ ബ്ലൂ ആയി കിടക്കുന്ന ഈ സാധനം മൊത്തം സെറ്റപ്പ് ആക്കുന്നത് എവിടെയാണ്? ഈ ആഡ്സ് എന്നുള്ള സെക്ഷനിലാണ്. കണ്ടോ, ക്രിയേറ്റ് യുവർ ആഡ്സ് കണ്ടോ, ഈ സെക്ഷനിലാണ് കേട്ടോ ആ സാധനം മൊത്തം സെറ്റപ്പ് ആക്കുന്നത്. അതെങ്ങനെ, ആ കീവേഡ്സ് എങ്ങനെയാണ് മാച്ച് ടൈപ്പ് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ ഫസ്റ്റ് ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾ, അല്ലെ, നമ്മുടെ സബ്മിറ്റ് പ്ലാറ്റ്ഫോം ആണ് നമ്മൾ സെലക്ട് ചെയ്ത ഗോൾ. ആ ഗോൾ എങ്ങനെയാണ് സെറ്റപ്പ് ആക്കുന്നത് നമുക്ക് അതിന്റെ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ. അത് കുറച്ച് ലോങ് ഉള്ള സംഭവം ഈ ഗോൾ സെറ്റപ്പ് ആക്കും. ടാഗ് മാനേജർ എന്താ വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്ന ഇത്തിരി ഘടകങ്ങളുണ്ട്. പക്ഷെ നമുക്ക് പഠിക്കാം എങ്ങനെയാണ് സെറ്റപ്പ് ആക്കുന്നത്. കൺവേർഷൻ ട്രാക്കിംഗ് എന്നാണ് അതിന് നമ്മൾ കോമൺലി പറയുന്നത്. അതെങ്ങനെ സെറ്റപ്പ് ആക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇർഫാൻ എങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്? ബാംഗ്ലൂരോ?
എന്താ പരിപാടി? ഏ ആ ആ ആ ആ ആയിക്കോ. നിന്റെ അടുത്ത സംഭവം മനസ്സിലായിക്കോ? ഉം. ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ നാളെ ഫസ്റ്റ് ചെയ്യൂലേ ഓൺലൈനിൽ? ആ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താ, അതായത് അടുത്ത ക്ലാസ്സിൽ എന്താണ് ചെയ്യേണ്ടത് വെച്ചാല് നമ്മളെ സ്കിൽസിലേക്ക് വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സും HR കോഴ്സും ഉണ്ട്. അതിന്റെ കീവേഡ്സ് ഒന്ന് റിസർച്ച് ചെയ്ത് ഗൂഗിൾ ഷീറ്റിലാക്കി നിങ്ങൾക്ക് ഷെയർ ചെയ്യും. മനസ്സിലായോ? ഉം? കേൾക്കുന്നില്ലായിരുന്നു? ഹലോ? ഉം. ഉം. എന്താ വിഷയം എന്താ? ഇപ്പാനെ ആ ആ ഞാൻ പറഞ്ഞ ടാസ്ക് മനസ്സിലായില്ലേ? ഞാൻ കേൾക്കുന്നില്ല. ഇപ്പം പറയണ ഞാൻ കേൾക്കും. ആ ആ ആ അതൊന്ന് സെറ്റപ്പ് ആക്കി തരണേ അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്ക്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞേക്ക്. ഏ ആ റെക്കോർഡിംഗ് തരാം. റെക്കോർഡിംഗ് തരാം. പിന്നെ ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചോദിച്ചോട്ടോ. ഓക്കെ, അങ്ങനെയാക്കാം. അതിന്റെ പേര്. ഓക്കെ.